போஸ் கொடுச்சியா அவனை ஒரே ஒரு போஸ் ஒழுங்கா கொடுச்சியா அவனை வெளில வர சொல்றீ வெளில வர சொல்லு இது என்ன ட்ரெஸ் யார் அவன் உள்ள இருக்கவன் உள்ள இருக்கிறது யாரு உள்ள இருக்கவன வெளில வர சொல்லு வர சொல்லு வர சொல்லு அவனை வெளில வர சொல்லு வெளில வர சொல்லு வெளில வர சொல்லு வர சொல்றீ அவனை அவனை வெளில வர சொல்லு வெளில வர சொல்லு ஏய் வெளில வாடா சுண்ணி போடா மிண்டல் இந்த மாதிரி கண்டா வெளில வர சொல்லு ஜோசு ப்ரோவா ஜோசு ப்ரோ இங்க வெளில வா வெளில வாடா பொண்ணாடியே கிழிச்சு போட்டு வந்துட்டேன் என் കുടുംബമേ നാശമാ പോச்சு ഇത് എല്ലാത്തിനും കാരണം തമിഴ്നാട്ടിൽ നടന്നൊരു സംഭവമാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് അവിഹിതം. അത് തന്നെയാണ് അവരുടെ ജീവിതത്തിലും സംഭവിച്ചത്. വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, ഭാര്യയെ ഒരുപാട് കണ്ണടച്ച് വിശ്വസിച്ച് സ്നേഹിച്ചു. അവർക്കൊരു കുഞ്ഞുണ്ട്. അവർ സന്തോഷമായിട്ട് ആ ഒരു ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലേക്കൊരു സാമദ്രോഹി വരികയാണ്. എല്ലാത്തിലും ഉണ്ടാവുമല്ലോ ഓരോ കുടുംബത്തിലേക്കും കടന്നു വരുന്ന ഓരോ സാമദ്രോഹികൾ. അതുപോലെ ഈ ഒരു കുടുംബത്തിലേക്കും ഒരുത്തൻ കടന്നു വരുന്നു. ഭാര്യ ആ ഒരുത്തനുമായിട്ട് അവിഹിതത്തിൽ ആകുകയും ഭർത്താവ് ഇതിനെക്കുറിച്ച് പലതവണ അറിഞ്ഞിട്ടും ഭാര്യയെ പിന്തിരിപ്പിക്കാൻ നോക്കുകയും ഒരുപാട് പറഞ്ഞു നോക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഭാര്യ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. അവസാനം ഒരു ദിവസം ഈ ഭർത്താവ് ജോലിക്ക് പോയിട്ട് വന്ന സമയത്ത് ഈ കാമുകൻ വീട്ടിൽ നിന്ന് തന്നെ സ്വന്തം റൂമിൽ നിന്ന് തന്നെ പിടികൂടിയ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. കൈയോടെ ആ ഭർത്താവ് പിടികൂടുകയും അതിനുശേഷം ഒരു ദയവും ഇല്ലാതെ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതാണ് സ്വന്തം ഭാര്യയെ. അവർക്കൊരു കുഞ്ഞുണ്ട്. ഇതൊന്നും ചിന്തിക്കാതെ ആ വഴിവിട്ട ബന്ധത്തിന് പോയ അവളെ എന്താണ് പറയേണ്ടത്? അവർക്കൊരു കുഞ്ഞൂടെ ഉണ്ട്, ഒരു നല്ലൊരു മോനുണ്ട്, 3-4 വയസ്സേ ഉള്ളൂ. ആ ഒരു കുഞ്ഞുമായിട്ട് ആ ഒരു ആള് വന്നിരുന്നിട്ട് ഭയങ്കര കരഞ്ഞുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ പറയണം. അതായത് ഞങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കുകയായിരുന്നു, അതിനിടയിലേക്ക് ഒരുത്തൻ വരുന്നു. അവസാനം ഭാര്യയെ കൊന്നിട്ട് ഇപ്പോൾ ആ ഒരു കുഞ്ഞുമായിട്ടിരുന്നിട്ട് മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ അവർ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. തമിഴ്നാട്ടിലൊക്കെ എല്ലാ ആൾക്കാരും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്, മാക്സിമം ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു കുഞ്ഞിനെ എന്നിട്ട് കുഞ്ഞ് എന്നിട്ട് കരയുന്നുണ്ട്. അപ്പോൾ ആ ഭായമാർക്ക് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പോലീസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും എത്രയും പെട്ടെന്ന് ആ ഒരു അച്ഛനെയും മകനെയും കണ്ടുപിടിക്കട്ടെ. കാരണം ആ കുഞ്ഞിനെ ഓർക്കുമ്പോഴാണ്, കാരണം എട്ടും പൊട്ടും തിരിയാത്തൊരു കുഞ്ഞു. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ എത്ര വലുതാണെന്നുള്ളത് നമുക്കറിയാം. 1.5 വയസ്സുകാരൻ്റെ ആ ഒരു മരണവും എല്ലാം അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു ന്യൂസ് കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ സഹിക്കാൻ കഴിയുന്നില്ല. ഓരോ സ്ത്രീകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത്, സ്ത്രീകൾ തന്നെയാണ്. അതും കല്യാണം കഴിഞ്ഞു മക്കളുള്ള സ്ത്രീകളാണ് ഇതുപോലുള്ള വൃത്തികെട്ട പരിപാടിക്ക് പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, നമ്മുടെ കേരളത്തിലും ഇതേ രീതിയിലുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഭാര്യയും ഭർത്താവും 4 മക്കളാണുള്ളത്. ഇതുപോലെ തന്നെ ഭാര്യയ്ക്ക് ഒരാളുമായിട്ട് സ്നേഹം, അവസാനം അവൻ്റെ കൂടെ അങ്ങ് ഇറങ്ങി പോകുന്നു. ഒരാഴ്ചയോളം അവൻ്റെ കൂടെ പോയി താമസിക്കുന്നു. ഇത് സഹിക്ക വയ്യാതെ ഭർത്താവ് എലിവേഷമൊക്കെ കഴിച്ച് മരിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ അയാൾ മരിച്ചൊന്നുമില്ല. 4 മക്കളുണ്ട്. മൂത്ത മക്കൾ ഒരാൾക്ക് 19 വയസ്സ്, ഒരാൾക്ക് 18 വയസ്സ്. ഇളയ കുട്ടികൾക്ക് 9ഉം 10ഉം വയസ്സുള്ള 4 മക്കളുണ്ട്. എന്നിട്ട് അവസാനം പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആവുന്നു. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർത്ത് ഒത്തുതീർപ്പാക്കി വീട്ടിലേക്ക് ഈ ഭാര്യയെ ഭർത്താവിൻ്റെയും കുട്ടികളുടെയും കൂടെ വിടുന്നു. പിറ്റേ ദിവസം ഭർത്താവ് കൊലപ്പെടുത്തി. അതിനുശേഷം അയാൾ അങ്ങ് ഈ ഭാര്യയെ കൊലപ്പെടുത്തിയിട്ട് കടന്നു കളഞ്ഞു. ഇന്ന് കേൾക്കുന്നു തമിഴ്നാട്ടിൽ ഏതോ ഒരു റെയിൽവേ പാളത്തിൽ പുള്ളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളായിക്കോട്ടെ, നമുക്ക് എന്നും ഇതുപോലുള്ള വളരെ ഞെട്ടിക്കുന്ന, അല്ലെങ്കിൽ വളരെ എന്താ പറയുക, വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഓരോരോ ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ തമിഴ്നാട്ടിൽ ആ ഒരു സംഭവം, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടപ്പം എനിക്കാണെങ്കിൽ പോലും സഹിക്കാൻ കഴിയുന്നില്ല. ആ കുഞ്ഞിൻ്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് അവർക്ക് എന്തായി, അവരിപ്പോൾ ജീവനോടെ ഉണ്ടോ ഒന്നും തന്നെ അറിയില്ല. എന്തായാലും ഒന്നും അവർക്ക് സംഭവിക്കാതിരിക്കട്ടെ. എത്രയും പെട്ടെന്ന് തന്നെ പോലീസുകാരോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആൾക്കാരോ അവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തട്ടെ. അല്ലാതെ നമുക്ക് എന്താ പറയാൻ പറ്റണം? കാരണം ഇതുപോലുള്ള ദുരന്തങ്ങൾ, അതായത് കുടുംബത്തിൽ നടക്കുന്ന ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പല രീതിയിലുള്ള ദുരന്തങ്ങൾക്കിടയിൽ പെട്ടുപോകുന്നത് ഇതുപോലുള്ള കുഞ്ഞുങ്ങളാണ്.
എന്തായാലും ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, ആ ഒരു കുഞ്ഞിന് ഒരു ആപത്തും കൂടാതെ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ കൈകളിൽ ആ കുഞ്ഞ് എത്തട്ടെ. കാരണം ആ ഒരു മനുഷ്യൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ജീവന തുല്യം സ്നേഹിച്ച ഭാര്യ ഒരുത്തൻ്റെ കൂടെ കയ്യോടെ പിടികൂടുന്നു, അവസാനം ആ ഭാര്യയെ ഇല്ലാതാക്കുന്നു. പിന്നെ അവർക്ക് അയാൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം, കാരണം ജീവന തുല്യം സ്നേഹിച്ച ഭാര്യ ഈ ഒരു രീതിക്ക് പോയി, ഭാര്യയെ ഇല്ലാതാക്കി. പിന്നെ ആ അച്ഛനും മോനും എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അയാൾ കരഞ്ഞുകൊണ്ടാണ് അയാൾ ആ വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടത്. ഞാൻ ആ ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള വീഡിയോസൊന്നും യൂട്യൂബിലൊന്നും ഇടാൻ പറ്റത്തില്ല, കാരണം അതിനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഉൾപ്പെടുത്താത്തത്. എന്തായാലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വീഡിയോ. എല്ലാ ആൾക്കാരും അത് ഷെയർ ചെയ്യുന്നുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അവരെ കണ്ടെത്താനായിട്ട് കഴിയട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവം ഇത് പറയാനുള്ളത്, ഇതുപോലുള്ള ദുരന്തങ്ങളിലൊക്കെ പോയി പെടാതിരിക്കുക. എല്ലാവർക്കും ഒരു ജീവിതമുണ്ട്, ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന പല സ്ത്രീകളും ഒക്കെയാണ് ഇപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കുന്നത്? കൂടുതലും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കല്യാണം കഴിഞ്ഞ് പ്രായം ഉള്ള അല്ലെങ്കിൽ മക്കളൊക്കെ വലിയ മക്കളായിരിക്കും, അങ്ങനെയുള്ള സ്ത്രീകളാണ് ഇപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഓരോ കുടുംബവും சமாதானத்தில் முன்னோட்டு போகுது. தமிழக காவல்துறைக்கு வணக்கம். இன்னைக்கு என் குடும்பமே அழிஞ்சு போச்சு. என் பிள்ளைய கூட சேர்ந்து சாக போறான். என் பொண்ணாடியை கிழிச்சு கொண்டு வந்துட்டேன். என் குடும்பமே നാശമാ പോச்சு. ഇന്ന് തമിഴ്നാട് തിരുച്ചിയിൽ നടന്നൊരു സംഭവമാണ്. അതായത് വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു ഫാമിലി, അതിൽ ആ ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷനുമായിട്ട് ഒരു അവിഹിത ബന്ധം. അത് കണ്ടുപിടിച്ച ഭർത്താവ് ആ ഭാര്യയെ കൊന്നു. ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായി. കാരണം വെച്ചാല് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾക്ക് ആദ്യം നിങ്ങളെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? വിവാഹം കഴിക്കണ്ടെന്ന് വെച്ചാൽ പോരെ. വിവാഹം കഴിക്കാതെ എത്ര പേര് ജീവിക്കുന്നു, അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നു. ഇത് വിവാഹം കഴിച്ച് ഒരു കൊച്ചായി അതിനുശേഷം ഇതിന്റെ ഇടയിലൂടെ ഓരോ തോന്നിയവാസങ്ങൾ കാണിച്ച് അത് പബ്ലിക്കിന്റെ ഇടയിൽ അറിഞ്ഞ് നാണം കെട്ട് എന്തിനാ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിൽക്കുന്നത്? അപ്പോ വിവാഹം കഴിക്കാൻ പോകുന്നവരും അതുപോലെ തന്നെ വിവാഹം കഴിച്ചവരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇത് നിങ്ങളൊരു ലൈഫാണ്, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ട്. അപ്പോ അവരെയൊക്കെ കുറിച്ചൊന്ന് ആലോചിക്കുക. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് അതിന് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങളത് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഡൈവോഴ്സ് ചെയ്ത് പോയിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. നിങ്ങൾ എന്തിനാണ് മറ്റൊരാളുടെ ലൈഫിലേക്ക് ഇറങ്ങി ചെന്ന് ജീവിച്ചു തുടങ്ങുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അതത്ര ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം ഇപ്പോ ഇയാളുടെ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അയാള് മാനസികമായിട്ട് വളരെ തകർന്നു. കാരണം അത്രയും സന്തോഷത്തോടെ ജീവിച്ച വൈഫിനൊക്കെ അത്രയും, അയാളുടെ പഴയ വീഡിയോസുകളൊക്കെ ഞാൻ ഇരുന്ന് കണ്ടു, റെഫർ ചെയ്തു. അത്രയും സന്തോഷത്തോടെ ജീവിച്ച ആ ഫാമിലി ഇന്ന് എന്താ പറയാ, ആ വൈഫിനെ കൊന്ന് ആ കുഞ്ഞും അയാളും കൂടെ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു വക്കുവരത്തിൽ നിൽക്കുകയാണ്. അപ്പൊ ഇതിനൊക്കെ കാരണം എന്താ? വേറൊന്നുമല്ല, അവിഹിതം.